ഞാൻ ഹബീബ് ദി പീപ്പിൾ. ഇപ്പോൾ അഫയുടെ അരീക്കുത്ത് കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഹോസ്റ്റലിൽ പോകൽ നിർബന്ധമാണ്. ആൻഡ് ഇപ്രാവശ്യം ഒരു പനിയും ജലദോഷവും ഒക്കെ ഉണ്ടെങ്കിലും പാരസെറ്റമോൾ കുടിച്ചിട്ട് ഞാനങ്ങ് ട്രെയിനിൽ കയറുക ചെയ്തത്, വേറെ നിവൃത്തിയില്ല. അപ്പം ഇപ്രാവശ്യം പിന്നെ വിൻഡോ സീറ്റ് കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഞാനതിനൊരു തെളിവ് എടുത്ത് വെച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം ഇറങ്ങി, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആര്യനെയും അമ്മേനെയും കിട്ടി. അതുകൊണ്ട് സമയം നോക്കി വേഗം ബസ്സിൽ കയറി. പിന്നെ ബാക്കിയെല്ലാം കോഴഞ്ചേരി എത്തിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു, കാരണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ദാഹിച്ചപ്പോൾ വാങ്ങിച്ച ഫ്രൂട്ടി ഇച്ചിരി എന്താ പറയുക, എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു പൈനാപ്പിൾ ജ്യൂസ് ഞാൻ പെട്ടെന്ന് ഉമ്മച്ചിൻ്റെ പൈനാപ്പിൾ ജ്യൂസൊക്കെ ആലോചിച്ചിട്ടെടുത്തത്. എന്തിനാണോ അതപ്പോൾ ആലോചിച്ചത്. എന്തായാലും റൂമിൽ വന്നിട്ട് ബെഡൊക്കെ ക്ലീൻ ചെയ്തിട്ടു, കാരണം ക്ഷീണം വരികയാണെങ്കിൽ അപ്പം തന്നെ കിടക്കണം എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ സെമ്മിലേക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നോട്ട്ബുക്ക്. എന്തായാലും റൂൾഡാണ് പ്രാവശ്യം വാങ്ങിച്ചത്. 6-in-1 വാങ്ങിച്ചു, കുറച്ച് വലുത് തന്നെ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ കുറച്ച് റഫ് ബുക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാ പ്രാവശ്യവും പുതിയ ബുക്ക് കിട്ടുമ്പോൾ മണത്ത് നോക്കാറുണ്ട്. പക്ഷെ ജലദോഷം കാരണം അതിന് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം മാച്ചിങ് ആയിട്ടുള്ള ഹൈലൈറ്റർ കളേഴ്സ് എൻ്റെ അടുത്ത് ഉണ്ടോ എന്നുള്ളതാണ് നോക്കിയത്. അപ്പം ഓരോ സെക്ഷനും മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ എന്തായാലും എക്സാം അടുപ്പിച്ചിട്ടേ ഹൈലൈറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ആ കിട്ടുന്ന സമയത്തുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പോകണം. കാരണം ഇന്നിപ്പം ഹോസ്റ്റലിലെ ചിക്കനും ചപ്പാത്തിയുമായിരുന്നു. അതെ, ചപ്പാത്തിയും ചിക്കൻ കറിയും. അപ്പോൾ പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ ഞാൻ കൊണ്ടുവന്ന സ്പെഷ്യൽ മിഠായികൾ ഞാൻ പുറത്തെടുത്തു. കുറച്ച് കുനാഫ ചോക്ലേറ്റ്സ് ആയിരുന്നു. അതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സൊന്നും ഞാനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞങ്ങൾക്ക് ഏതാണോ ടേസ്റ്റ് കുറവുള്ളതെന്ന് തോന്നണ രീതിയിൽ അങ്ങനെ ആണ് എടുത്തത്. കാരണം അവസാനത്തേക്ക് പിസ്താഷ്യോ കുനാഫ അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. ഇനി അത് കഴിക്കണതിൻ്റെ മുന്നേ വെറുതെ വായ ടേസ്റ്റ് മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഔട്ടർ ലെയർ കവർ ഉണ്ടല്ലോ, അത് വന്നിട്ട് ജങ്ക് ജേണലിന് യൂസ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നടന്നില്ല. കാരണം അമ്മാതിരി എന്താ പറയുക, അൺറാപ്പ് ചെയ്യലാണ് കിട്ടിയത്. അങ്ങനെ ഇതാണ് ഞങ്ങൾ ഹോസ്റ്റൽ റൂമിൻ്റെ ഇടയിലുള്ള ഒരു വൈബ്. എന്തായാലും എസ്തറ്റിക്കായിട്ട് പൊട്ടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലോ, നടക്കാത്തതുകൊണ്ടല്ലേ. അങ്ങനെ ഫൈനലി ഒരു ലോട്ടസ് ബിസ്കോഫിന്റെ ഫ്ലേവറും കൂടി ട്രൈ ചെയ്തിട്ട് പിന്നെ പിസ്താഷ്യോ കുനാഫ പൊട്ടിച്ചു കേട്ടോ. അത് പിന്നെ കുറച്ച് എസ്തറ്റിക് ആയിട്ട് തന്നെ അങ്ങോട്ട് പൊട്ടിച്ചു.